കുട്ടികളുടെ ഒരു നിർബന്ധം പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ്. ഞാൻ ഒരുപാട് ഡിഷ് കുക്ക് ചെയ്ത് അവർ ഫ്രിഡ്ജിൽ വെച്ച ഒരു ആഴ്ച 2 ആഴ്ച ഒക്കെ കഴിക്കാറുണ്ട്. ഞാൻ ഇൻഗ്രീഡിയൻസ് വെച്ചല്ല കുക്ക് ചെയ്യുന്നത്. ഐ ആം കുക്കിംഗ് വിത്ത് ലവ്. നമ്മളതെ വീഡിയോക്കകത്തുണ്ട് മോഹൻലാലിന് ഇഷ്ടമുള്ള ബനാന ഐസ്ക്രീം ഡെസേർട്ട് ഇല്ലയോ? അതെ, നമുക്ക് മമ്മിയടുത്ത് ചോദിച്ച് നമുക്ക് ഉണ്ടാക്കിയാലോ അടുക്കളയിൽ പോയി. എനിക്കാണെങ്കിൽ ബനാന ഐസ്ക്രീം ഡെസേർട്ട് ഉണ്ടാക്കി തരാം. നല്ല പഴുത്ത ഏത്തപ്പഴം 2ആയി മുറിച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാൻ 2 പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അരമുറി ശർക്കര ചീകിയെടുക്കണം. പിന്നീട് വേണ്ടത് തേങ്ങയാണ്. 2 പിടി ഇടാൻ പാകത്തിൽ തേങ്ങ തിരുമിയത്. ഏത്തപ്പഴം നെയ്യിൽ വഴറ്റിയെടുക്കുന്നതാണ് ആദ്യത്തെ ടാസ്ക്. നന്നായി വഴറ്റിയ ശേഷം നമ്മുടെ ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര നല്ല മെൽറ്റായി വരുന്നത് കണ്ടോ? ആ ശർക്കരയിൽ കിടന്ന് പഴം ഞെരുവിരി കൊള്ളുന്ന സമയത്ത് നല്ല തേങ്ങ വാരി വിതറണം. നല്ല മണത്തിന് വേണ്ടി ഏലക്ക പൊടിച്ചത് 1 സ്പൂണും ചേർത്ത് നന്നായി ഇളക്കിയെടുത്ത് നമുക്ക് എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഐസ്ക്രീം ചേർക്കാൻ പോകുകയാണ്. ഇവിടെ ഇപ്പോൾ ചേർക്കുന്നത് ഐസ്ക്രീം ഫ്രീസ് ചെയ്യാത്ത കുറച്ച് മെൽറ്റ് ആയതാണ്. കാരണം കുട്ടികൾക്ക് പനിയുടെ ചെറിയ അസ്വസ്ഥത ഉള്ളത് കൊണ്ട് തണുപ്പ് കുറച്ചായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നല്ല തണുപ്പിച്ച് ഫ്രീസ് ചെയ്ത് സ്കൂപ്പായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ പഴത്തിന്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീമും ഇട്ട് അങ്ങനെ ഐസ്ക്രീമിന്റെ മുകളിൽ കുറച്ച് തേനും കൂടെ നമ്മൾ ചേർക്കുകയാണ്. തേൻ ഒഴിച്ച് കുറച്ച് അലങ്കോലപ്പണികളൊക്കെ ചെയ്ത് ബനാന ഐസ്ക്രീം നമ്മൾ ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. ഉള്ളത് പറയാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്കും വൈഫിനും കുഞ്ഞുങ്ങൾക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ നോക്കണം. കിട്ടില്ല ടേസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്കുമുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. ദാസ നമ്മള് സൗകര്യം കിട്ടുമ്പോൾ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോൾ ഖേദിക്കും.